നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉദ്ഘാടനത്തിനൊരുങ്ങി ചാഴൂർ പഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. തളിക്കുളം അപ്പുമാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. 2.5 കോടി രൂപ ചെലവാക്കി 8 വർഷമെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ചാഴൂർ പഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഗ്രാമീണ മേഖലയിൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള ഇൻഡോർ സ്റ്റേഡിയം എന്ന സ്വപ്ന പദ്ധതി 2015 മുൻ MLA ഗീതാ ഗോപിയാണ് തുടങ്ങിവെച്ചത്. ആ വർഷം 1 കോടിയും 2020 70 ലക്ഷവും 2021 30 ലക്ഷവും 2022 അവസാന ഘട്ടമായി CC മുകുന്ദൻ MLA 45 ലക്ഷവുമാണ് ഇതിനായി അനുവദിച്ചത്. കരാറുകാരുടെ അനാസ്ഥയും നിർമ്മാണത്തിലെ അപാകതയുമാണ് പദ്ധതി പൂർത്തീകരണത്തിലെ കാലതാമസത്തിന് കാരണമായത്. 8118 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കെട്ടിട സമുച്ചയത്തിൽ ഷട്ടിൽ, വോളിബോൾ കോർട്ടുകളുണ്ട്. മറ്റു കലാകായിക ഇനങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്താം. കേരളോത്സവത്തിലടക്കം വിവിധ കായിക മത്സരങ്ങൾ നടത്താൻ സ്ഥലമില്ലാതെ പഞ്ചായത്ത് വലയുമ്പോഴും ഇൻഡോർ സ്റ്റേഡിയം തുറന്നുകൊടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ചാഴൂർ പഞ്ചായത്ത് UDF അംഗം PK ഇബ്രാഹിം ആരോപിച്ചു. വ്യത്യസ്ത ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാലും കോവിഡ് പ്രതിസന്ധിയും മൂലമാണ് കാലതാമസം നേരിട്ടതെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. ജനുവരി 22 തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ഉദ്ഘാടന ചടങ്ങിൻ്റെ സംഘാടക സമിതി ചേരുമെന്നും ഫെബ്രുവരി 11 ഞായറാഴ്ച മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുമെന്നും ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് പൂരത്തിൽ തിടമ്പേറ്റിയ ആനയെ ചൊല്ലിയുള്ള തർക്കം നവഭാരത് ക്ലബ്ബ് ദേശം കൂട്ടിയെഴുന്നള്ളിപ്പിൽ നിന്ന് പങ്കെടുക്കാതെ വിട്ടുനിന്നു. കാലങ്ങളായി 5 ദേശങ്ങളിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സെൻട്രൽ കമ്മിറ്റിയുടെ കൺവീനറുടെ നേതൃത്വത്തിലാണ് പൂരം എഴുന്നള്ളിപ്പ് നടത്തിവരാറുള്ളത്. 2 വർഷത്തേക്കാണ് കൺവീനറുടെ കാലാവധി. ഇക്കഴിഞ്ഞ ദിവസം നടന്ന എഴുന്നള്ളിപ്പിന് തീരുന്ന ആനകളുടെ ഉയരത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് നവഭാരത് ക്ലബ്ബ് ദേശത്തിൻ്റെ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്കായിരുന്നു തിടമ്പ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഉയരത്തെ ചൊല്ലിയുണ്ടായ തെറ്റായ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവഭാരത് ക്ലബിൻ്റെ ആനയായ തൃക്കടവൂർ ശിവരാജുവിനെ തടഞ്ഞ് വടക്കുമുറി ദേശക്കാരുടെ ചിറക്കൽ കാളിദാസിന് തിടമ്പേറ്റാൻ അവസരം ലഭിക്കുകയായിരുന്നു. 20-ാം തീയതി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ DYSPയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥൻ നൽകിയ തെറ്റായ വിവരത്തെ തുടർന്ന് ചിറക്കൽ കാളിദാസിനെ തിടമ്പേറ്റാൻ അവസരം ലഭിക്കുകയും യഥാർത്ഥത്തിൽ ഉയരക്കൂടുതൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ശിവരാജുവിനെ തഴയുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് നവഭാരത് ക്ലബ്ബ് ദേശക്കാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ബാക്കി 4 ദേശക്കാരുടെ ആനകളെ പങ്കെടുപ്പിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുകയാണ് ഉണ്ടായത്. DYFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കപ്പെട്ട മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി മണലൂർ ബ്ലോക്ക് സംഘാടക സമിതി സംഘടിപ്പിച്ച പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി അംഗമായ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി മെമ്പർ TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി CK വിജയൻ, CPM ഏരിയ കമ്മിറ്റി മെമ്പർ VN സുർജിത്ത്, PA രമേശൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, പ്രസിഡന്റ് K സച്ചിൻ, ട്രഷറർ മിഥുൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 104-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക K ബീനയ്ക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം വിനീത് വിശ്വം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. സംസ്ഥാന ദേശീയ തലങ്ങളിൽ മെഡലുകൾ നേടിയ വിദ്യാർത്ഥികൾക്ക് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, സമാജം സ്കൂൾ മാനേജർ PA ജയപ്രകാശ് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് TV സുഗതൻ, സെക്രട്ടറി സുധാകരൻ മണ്ടത്ര, ട്രഷറർ സുരേഷ് ബാബു വന്നേരി, പഞ്ചായത്ത് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് മടത്തിപ്പറമ്പിൽ, മാതൃസംഘം പ്രസിഡന്റ് ടോളി വിനീഷ്, സ്റ്റാഫ് സെക്രട്ടറി PD ഷാജി, പ്രോഗ്രാം കൺവീനർ സൗമ്യ ദേവസി, സ്കൂൾ ചെയർമാൻ KR ആദിത്യൻ, സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത P രവീന്ദ്രൻ, പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂൾ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രദർശനവും ഉണ്ടായിരുന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി.
100ഓളം ട്രോഫികൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എത്രയും നന്നായിട്ടാണ് ഇവിടെ പഠിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കലാപരിപാടികളിലും അവർ പങ്കെടുക്കുന്നതും അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇത്രയും പേരുകേട്ട അല്ലെങ്കിൽ ഇത്രയും വർഷം നിലനിന്ന് ഇത്രയും തലമുറകളായി നമുക്കറിയാം 104 വർഷം എന്ന് പറയുമ്പോൾ എത്രത്തോളം വിദ്യാർത്ഥികൾ കൊണ്ട് പഠിച്ചു പോയിട്ടുണ്ടാവും, എത്രത്തോളം പ്രശസ്തരായിട്ടുള്ള ആളുകൾ വന്നു പോയിട്ടുണ്ടാവും, എത്രത്തോളം സാറന്മാരോടെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ വിളിച്ചതിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും ടീച്ചേഴ്സിനോടും ഇവിടുത്തെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU വാടാനപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഹാളിൽ നടന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. SSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, K പ്രഭാകരൻ പിള്ള, NK ലോഹിതാക്ഷൻ, AM അബ്ദുൽ ജലാൽ, KK ലളിത, VB രഘു, TR ശശികല തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ്സ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്ക് 41ാം വാർഷിക സമ്മേളനം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ ചേർന്നു. സംവിധായകൻ സത്യൻ അന്തിക്കാട് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു. ആർമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പരിധിയിൽ പെടാത്ത എവിടെയോ നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു കൂട്ടം ആളുകൾ എന്നതിനപ്പുറത്ത് ആ ഒരു മേഖലയെ പറ്റിയിട്ട് അധികം നേരിട്ട് അറിയില്ല. പക്ഷെ നമുക്ക് ധാരാളം പട്ടാള കഥകൾ വായിക്കാറുണ്ട്. പാറപ്പുറത്തിൻ്റെ നോവലുകളിലും നന്ദനാരുടെ കഥകളിലും കോവിലിൻ്റെ കഥകളിലൊക്കെ പട്ടാളക്കാരുടെ ജീവിതം കഥകളായിട്ട് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എപ്പോഴും വലിയൊരു ബഹുമാനവും സ്നേഹവുമാണ് പട്ടാളക്കാരോട്. നമ്മൾ പറയാറുണ്ട്, അതിർത്തിയിൽ ഇങ്ങനെ ഒരുപാട് പേര് ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നതെന്ന്. പക്ഷേ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നൊന്നും സങ്കല്പത്തിനപ്പുറത്തുള്ള അറിവൊന്നും നമുക്കില്ല. അപ്പോൾ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കണമെന്ന് കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് കുറച്ച് തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ സ്കൂളുകളിലേക്കും വായനശാലകളിലേക്കും പുസ്തക പ്രകാശനത്തൊക്കെ ആളുകൾ വന്ന് ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയൊരു ഭീകരമായ പ്രശ്നമുണ്ട്. ഞാൻ അന്തിക്കാട് സ്ഥിരമായിട്ട് താമസിക്കുന്നത് സിനിമ കഴിഞ്ഞുള്ള ഇടവേളകളിൽ സിനിമയുടെ പരിവേഷം അയച്ചു വെച്ച് കുറച്ച് കൃഷിയുടെ കാര്യങ്ങളും കുറച്ച് സ്വന്തം കാര്യങ്ങളും കുറച്ച് ഉഴപ്പലും കുറച്ച് വായിക്കലും കുറച്ച് എഴുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ തനിച്ചിരിക്കാൻ വേണ്ടിയാണ്, എൻ്റെ ഒരു സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK മുഹസിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് C മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ A ഗോപാലകൃഷ്ണൻ സ്മാരക അവാർഡ്, ഡോക്ടർ രാഘവ മേനോൻ സ്മാരക അവാർഡ്, ശ്രേഷ്ഠ വയോധികരെ ആദരിക്കൽ, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഉൾപ്പെടെയുള്ളവ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി രതീന്ദ്രദാസ് KC, മഹിളാ വിംഗ് പ്രസിഡന്റ് ജിൻസി തോമസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷനിത് തൈവളപ്പിൽ, അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് PK മാധവൻ, ചാടൂർ യൂണിറ്റ് പ്രസിഡന്റ് PC കൃഷ്ണൻ, മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോഷി PA, താന്യം യൂണിറ്റ് പ്രസിഡന്റ് ഗോപിനാഥൻ TR, മഹിളാ വിംഗ് സെക്രട്ടറി ദീപ വാൾട്ടൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകുത്തു കുളിർന്നില്ലേ. അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകുത്തു കുളിർന്നില്ലേ. ഇടവേള.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ സമ്മേളനം ജനുവരി 23 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേരുന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. മൻസൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം അപ്പുമാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. തളിക്കുളം ബ്ലൂമിംഗ് ബർഡ്സ് സ്കൂളിൽ നടന്ന ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷനുകളുടെ ഗുണം, പ്രത്യേകിച്ച് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ രൂപീകരിക്കാത്തതിൻ്റെ ഒരു കാരണം, ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നഗരപ്രദേശങ്ങളിലാണ്, പട്ടണ പ്രദേശങ്ങളിലാണ് ഈ അസോസിയേഷനുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിന്റെ കാരണം അയൽവക്കങ്ങളിലുള്ള ആളുകളെ പോലും തിരിച്ചറിയാത്ത ഒരു സമൂഹമായി മാറുന്ന അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് നഗരങ്ങൾ. കാരണം എല്ലാവരും ജോലിക്കാരായിരിക്കും. ഭാര്യ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, ഭർത്താവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, മക്കളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സ്കൂളുകളിൽ പോകുന്നു. ഇവർക്ക് തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകളെ പോലും പരിചയപ്പെടാനുള്ള ഒരു സമയം പോലും ഇല്ല എന്നുള്ളതാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ഹൈദരാലി PK അധ്യക്ഷനായി. നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുബിൻ MP അംഗത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വലപ്പാട് SI സലീം അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. 7ാം വാർഡ് മെമ്പർ KC ഷിജി, അസോസിയേഷൻ സെക്രട്ടറി ശ്യാം നന്ദിയിൽ, KM ഹബീബ്, സന്ധ്യ, സ്മിത ശ്യാം, PM സിദ്ദീഖ്, KK കബീർ, അഡ്വക്കേറ്റ് ശ്രുതീഷ് TS എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷെല്ലി സുരേഷ്, ബിജി മനോജ്, സീനത്ത് സലീം, നസ്രീൻ രജിബാൽ, സലീന സൈഫുദ്ദീൻ, ഷാബിറ ഷറഫുദ്ദീൻ, PA സക്കറിയ, സുനിൽകുമാർ NS, രാജീവ് AR, പത്മജ മാധവ്, അഫ്സൽ PA, ശ്രീരാജ് KJ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. തുടർന്ന് അസോസിയേഷനിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിൽ പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ തപസ്യജിത്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി, കാഞ്ചി കാമക്കോടി പീഠം ആസ്ഥാന വിദ്വാൻ സംഗീത് ഗോപാൽ അവതരിപ്പിച്ച കർണാട്ടിക് സംഗീതം, വലപ്പാട് ഓങ്കാര ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. ജാതി മതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു.
കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. ഈ മാസം 24-ന് നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ മുന്നോടിയായാണ് ഗ്രാമപ്രദക്ഷിണം നടന്നത്. 25 ക്ഷേത്രങ്ങളിലും കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി, കരയാമുട്ടം, ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ഗജവീരൻ ഗണേശൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം ഭാരവാഹികളായ വി.യു. ഉണ്ണികൃഷ്ണൻ, വി.ആർ. രാധാകൃഷ്ണൻ, വി.കെ. ഹരിദാസ്, വി.കെ. ശശിധരൻ, വി.ഡി. മനോജ്, വി.ജെ. ഷാലി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, പന്തിരടി പൂജ, ശ്രീഭൂതബലി, ബിംബശുദ്ധി, വൈകിട്ട് ദീപാരാധന, മുളയിടൽ, ആചാര്യവരണം എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തിമാരായ സന്ദീപ് ശാന്തി, സുജയ് ശാന്തി എന്നിവർ സഹകാർമ്മികരായി. സമാജം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ട്രഷറർ സലീൽ മുളങ്ങിൽ, വൈസ് പ്രസിഡന്റ് സുമോദ് എരനേഴത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അജിത് കാരയിൽ, തെക്കൂട്ട്, രഞ്ജൻ എരുമത്തുരുത്തി, സുനിൽകുമാർ അണക്കത്തിൽ, ജിനൻ വാഴപ്പള്ളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടിയേറ്റത്തിന് ശേഷം വർണ്ണമഴ, കലവറ നിറയ്ക്കൽ, അത്താഴപൂജ, തുടർന്ന് സമാജം ഏർപ്പെടുത്തിയ ഭദ്രാചല പുരസ്കാരം ആതുര സേവന രംഗത്ത് 3 പതിറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രഞ്ജിനി ജയപ്രകാശിനെ നൽകി ആദരിച്ചു. കോഴിപ്പറമ്പിൽ മാമയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ബിടെക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മുളങ്ങിൽ സലീൽ മകൾ അമൂല്യയ്ക്ക് SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ നൽകി ആദരിച്ചു. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമനം ലഭിച്ച അഡ്വക്കേറ്റ് പ്രതിഭ റാമിനെ ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏത് സമയത്തും ഇവിടെ നമുക്കറിയാം, പല രാത്രികളിലൊക്കെ പല രോഗികൾക്കും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചെല്ലുമ്പോഴേക്കും ഡോക്ടർമാരൊക്കെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും ഏത് നേരത്തിൽ ചെന്നാലും ഇതിനെ നമ്മുടെ
ഡോക്ടർ ഗേറ്റ് പൂട്ടാതെ ഇടുകയും അതുപോലെ തന്നെ മറ്റു രോഗികളെ ആയാലും ഏത് പാവപ്പെട്ടവരെ ചെന്നാലും ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നല്ലാതെ ഒരു അങ്ങനെ ഇതായിട്ടുള്ള നിർത്തിയ ഫീസോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നമ്മളെ നാടിനും ഈ സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ എഞ്ചിനീയർ ഡോക്ടറൊക്കെയാണ് നമ്മുടെ SNS സമാജത്തിൻ്റെ പുത്തൻപള്ളിക്കാവ് പൂരത്തിന് അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ സ്നേഹവിരുന്ന്. അന്തിക്കാട് മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസർ ഹാജി, സെക്രട്ടറി അബ്ദുൽ സലാം KK, ജോയിന്റ് സെക്രട്ടറി റാഫി കുഞ്ഞിക്ക, രക്ഷാധികാരി അബ്ദുൽ സലാം കാരണപ്പറമ്പിൽ, മെമ്പർമാരായ അബ്ദുൽ ഖാദർ പുഴങ്കരയിലത്ത്, റസാഖ് പുതുമനക്കര, സൈനുദ്ദീൻ പട്ടാട്ട്, നൌഷാദ് പുതുമനക്കര, യുവജന സംഘടനാംഗങ്ങളായ ഫർസീൻ, അജ്മൽ, അമീൻ, സമീർ അഹമ്മദ്, സഹീർ അഹമ്മദ്, മുഹസിൻ, അക്ബർ, നവഭാരത് ക്ലബ് അംഗങ്ങളായ വിജയൻ മാണിക്കത്ത്, സുജയ് മാണിക്കത്ത്, സന്തോഷ് വാര്യർ, ഉണ്ണി പൂക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. നവഭാരത് ക്ലബ്ബ്, കിഴക്കുമുറി ദേശം, അന്തിക്കാട് ഇടവക, അമ്പുപെരുന്നാൾ എന്നീ കൂട്ടായ്മകൾക്കാണ് അന്തിക്കാട് മഹല്ല് കമ്മിറ്റി സ്നേഹവിരുന്ന് നൽകിയത്. ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാ കൊല്ലവും നടത്തി വരുന്ന ജനങ്ങൾക്കുള്ള ഒരു ചെറിയ ഒരു ഞങ്ങളുടെ വക ഞങ്ങളുടെ അന്തിക്കാട് മഹലിൻ്റെ വകയായിട്ട് ഞങ്ങൾ ചെയ്യുകയാണ്. അവർക്ക് വേണ്ട തണുത്ത പാനീയങ്ങളും പഴങ്ങളും എല്ലാമായിട്ട് ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു മാറ്റമാണ് ഞങ്ങൾ. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. അന്തിക്കാട് പുത്തൻപള്ളിക്കാവിൻ്റെ ഉത്സവമായി, നാടിൻ്റെ മാത്രം ഉത്സവമായിരുന്നു ഈ പുത്തൻപള്ളിക്കാവ് പൂരത്തിന് അന്തിക്കാട് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി കഴിഞ്ഞ വർഷം കൊടുത്ത പോലെ ഇക്കൊല്ലവും അവരുമായിട്ടുള്ള ആദരവും മതസൗഹാർദ്ദത്തിൻ്റെ ജാതി ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് കാണണം, ഇതുപോലെ ആവണമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ പെരുമാറുന്നത്. അതുപോലെ തന്നെ നബിദിനം വരെയുള്ള പരിപാടി വരുമ്പോൾ അവരും ഇതേപോലെ നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യവും സഹകരിക്കുന്നുണ്ട്. ഈ മതസൗഹാർദ്ദം എന്നും നിലനിർത്താൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ സമീപനം എല്ലാം നല്ലതായിട്ടുണ്ട്. പഴുവിൽ സെൻറ് ആൻ്റണീസ് ഫൊറാന പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്തമായി ആഘോഷിക്കുന്ന തിരുനാളിൻ്റെ കൂട് തുറക്കൽ ശുശ്രൂഷ ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെൻ്റ് ചെറുവത്തൂർ നിർവഹിച്ചു. മർത്യമായ ശരീരവും മർത്യമായ ആത്മാവും സ്വീകരിച്ച് ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിരന്തരജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാഭക്തി മുഴുവനും കാലത്തിന്റെ തെരുവിൽ അവിടുന്ന് തന്നെ കരകൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടെ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ് മരിച്ചവരിൽ നിന്നുള്ള അതിജാതരമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവരും അവിടുന്നാകുന്നു. നിത്യനായ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായ ദൈവത്തിന് വിനിയോഗിക്കുകയും തന്റെ ശരീരത്തിൽ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗ്ഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നീക്കം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ചാലിശ്ശേരി, സോബി ഡേവിസ്, റാഫി ആലപ്പാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ആൻഡോ ചാലിശ്ശേരി, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10 മണിക്ക് പള്ളിയങ്കണത്തിൽ സമാപിച്ചു.
വാടനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ 126-ാം തിരുനാളിനെ വികാരി ഫാദർ ഏബിൾ ചെർമൽ കൊടിയേറ്റി. ലതീഞ്ഞ്, നൊവേന, കാഴ്ച സമർപ്പണം, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ജനുവരി 29-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ നടക്കും. ജനുവരി 29, 30, 31 തീയതികളിലാണ് തിരുനാൾ. ട്രസ്റ്റിമാരായ സോളമൻ CA, ജോസഫ് KF, ലോനപ്പൻ CA, ജനറൽ കൺവീനർ ഡൊമിനിക് PT എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. തൃപ്രയാർ VB മാളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയ പുതിയ കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനവും സ്നേഹവിരുന്നും നടത്തി. വൈകിട്ട് നടന്ന ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമിയും പത്നി ചന്ദ്രികയും ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മക്കളും VB മാളിൻ്റെ സാരഥികളുമായ സൈജു കാനാടി, ശൈലേഷ് കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവരും കുടുംബവും ചടങ്ങിൽ പങ്കാളികളായി. CC മുകുന്ദൻ MLA, ചലച്ചിത്ര സംവിധായകൻ അമ്പിളി, ഡോക്ടർ നളിനി ബാലകൃഷ്ണൻ, E ബാലഗോപാൽ, ത്രിപുര ക്ഷേത്ര മാനേജർ സുരേഷ് കുമാർ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിലും സ്നേഹവിരുന്നിലും പങ്കെടുക്കുവാൻ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉദ്ഘാടനത്തിനൊരുങ്ങി ചാഴൂർ പഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. തളിക്കുളം അപ്പുമാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.